രാജസ്ഥാനിലെ ഭിൽവാരയിൽ നരേന്ദ്രമോദിയുടെ മുഖമൂടി ധരിച്ച് മോഷണം. 5 ലക്ഷം രൂപയുടെ ഫോണുകൾ കവർന്നു. എന്തെല്ലാം അത്ഭുതങ്ങൾ! മുസാഫർ അഹമ്മദ് 11 പേരുടെ മരണത്തിനിടയാക്കിയ 2025 ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനായ ഇയാൾക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചു. ഇപ്പോൾ ഇയാൾ ഒളിവിലാണ്. സന്തോഷം, അവിടെ അമർന്നിരിക്കുക. ഓപ്പറേഷൻ സിന്ദൂറിൽ റഫാൽ തകർത്തു എന്ന പാക് വാദം പൊളിഞ്ഞു. 36 വിമാനങ്ങളും സുരക്ഷിതമെന്ന് വ്യോമസേനയുടെ രേഖ. ഇന്ത്യയെ വിശ്വസിക്കാൻ ഇന്ത്യക്കകത്തുള്ള രാജ്യസ്നേഹികൾക്കല്ലേ പറ്റൂ. പാകിസ്ഥാൻ പ്രേമികൾ പാകിസ്ഥാൻ ഇന്ത്യയെ എന്തോ ഉണ്ടാക്കിയെന്നല്ലേ വിശ്വസിക്കൂ. കുഴപ്പമില്ല. കലിമ ചൊല്ലിക്കാനും ഗോമാംസം തീറ്റിക്കാനും നിർബന്ധിച്ചു. 17കാരിയെ തടവിലാക്കി മതപരിവർത്തനത്തിന് ശ്രമം. യുവാവ് അറസ്റ്റിൽ. ഇതൊരു കാലത്തും അവസാനിക്കാൻ പോകുന്നില്ല. ഈ മതകിതാബ് ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ജർമ്മനിയെ ഞെട്ടിച്ചു വെടിവെപ്പ്. 6 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. ജർമ്മനിയിൽ ഭീകരാക്രമണം നടത്തിയ തുർക്കി സ്വദേശി അറസ്റ്റിൽ. സംശയം വേണ്ട, ഇതേ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് യൂറോപ്പിൽ ഇവന്മാർ തന്നെ മുന്നിൽ. സംശയം എന്താ? ഒരു കാലത്ത് അഭയാർത്ഥികളായിട്ട് വലിഞ്ഞു കയറി വന്നിട്ട് കാണിച്ചു കൂട്ടുന്നതാണ് ഇതൊക്കെ. ജർമ്മനിയെ നടുക്കിയ ക്രിസ്മസ് മാർക്കറ്റ് കൂട്ടക്കൊലക്കേസിലെ പ്രതിക്ക് താലിബ് അൽ അബ്ദുൽ മുഹ്സിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ഇവരെയൊക്കെ തീർത്തേക്കണം. വച്ചേക്കരുത്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആഘോഷങ്ങളിൽ ചാടി കയറിപ്പോയി പൊട്ടിത്തെറിക്കാനും അതൊക്കെ അലങ്കോലപ്പെടുത്തി കുറച്ച് ആളുകളുടെ രക്തം ചൊരിയാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഈ നരാധവന്മാരെയൊന്നും വച്ചുകൊണ്ടിരിക്കരുത്. ജുവനൈൽ ഹോമിൽ 12കാരനെ പീഡിപ്പിച്ച കേസ്. ഒളിവിലായിരുന്ന കെയർടേക്കർ അറസ്റ്റിൽ. ഭാഗ്യം കാക്കായ്ക്ക് പേരില്ല. 18% മുസ്ലിമുള്ള ഇസ്രയേലിൽ മുസ്ലിം സ്പീക്കർ ബാങ്ക് വിളി നിരോധിക്കാനുമുള്ള പാർലമെന്റ് ബില്ലിന് പ്രാഥമിക അംഗീകാരം നൽകി. വല്ല മനസ്സിലായോ? ഇസ്രായേലിലെ മുഴുവൻ ആളുകളെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ പലസ്തീനും മറ്റ് അറബ് രാജ്യങ്ങൾക്കും ഒക്കെ ഉള്ളിലുണ്ടെങ്കിലും ഇപ്പോ ജൂതന്മാരുടെ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോ മുസ്ലിം സ്പീക്കറാണ് അവിടെ ഉള്ളത്. അദ്ദേഹമാണ് ഇങ്ങനെ 1 കിലോമീറ്ററിനകത്ത് 5ഉം 10ഉം പള്ളിയും വെച്ചിട്ട് ഈ വിളിച്ചുകൂക്കൽ ഇവിടെ വേണ്ട എന്നുള്ള ബില്ല് അംഗീകരിച്ചു പാർലമെന്റിൽ. കടലിനും ജോർദാൻ നദിക്കുമിടയിൽ 2 രാഷ്ട്രങ്ങൾക്ക് സ്ഥാനമില്ല. അതെ, അവിടെ മറ്റൊരു പലസ്തീൻ രാഷ്ട്രം രൂപപ്പെടാൻ അനുവദിക്കില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നും നിലപാടുകളുടെ രാജകുമാരനാണ്. ഉള്ളതുപോലെ തുറന്നു പറയും. എല്ലാ കാലത്തും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഉറച്ചു നിൽക്കും. എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ലോകം അംഗീകരിക്കുന്നത്? എല്ലാ കാലത്തും സ്വന്തം രാഷ്ട്രത്തെ ബാധിക്കുന്നതും അതല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർ നിരന്തരം ഇടപഴകുന്നതിന്റെ പേരിലാണ്. ഇന്ത്യൻ പതാക അഗ്നിക്കിരയാക്കി ഇറാനികൾ. ഇറാൻ എന്തോ നാശം വരാൻ പോകുന്നു എന്ന് മാത്രമല്ല, വിനാശകാലേ ഇറാന്റെ വിപരീത ബുദ്ധി കാണിച്ചത് കടുത്ത നെറികേട്. ഇസ്രയേലിനൊപ്പം നിന്നതിന്റെ അമർഷം. അതെ, ജൂലൈ 5-ാം തീയതി ആയത്തുള്ള അലി ഖൊമേനി എന്ന് പറയുന്ന നരനാറിയുടെ ശവസംസ്കാരം നടക്കാനിരിക്കെ മരണാനന്തര ചടങ്ങുകൾക്ക് ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നെറികേട് കൂടി ബല പിടിച്ചവന്മാര് കാണിച്ചു വെച്ചിരിക്കുന്നത്. പാക്കലാം ജിഹാദ് അൽ അക്ബർ. അതെ, വലിയ ജിഹാദ് കേട്ടോ. ചെറിയ ജിഹാദ് വേറെ ഉണ്ട്. നമുക്കെല്ലാം ജിഹാദുകളാണ്. കുഞ്ഞു കുഞ്ഞു ജിഹാദുകൾ ക്രമേണ വരും. നിക്കാഹിന് മുമ്പ് ഗർഭിണിയാക്കുക. ഹൈന്ദവ സ്ത്രീകളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ. ഇവര് തന്നെയല്ലേ UK-യിലും ഈ ഗ്രൂമിംഗ് ഗാങ് ഒക്കെ നടത്തി എങ്ങനെയും നമ്മുടെ മതം വളർത്തണം. ഇത് മാത്രമേ ഉള്ളൂ മുഖ്യം. ബിഗിലെ മൗലാന സൽമാൻ ഹുസൈനി നദ്വി അന്തരിച്ചു. രാമജന്മഭൂമി ചർച്ചകളിൽ ഹിന്ദുവിനോടൊപ്പം നിന്ന ഇസ്ലാമിക പണ്ഡിതൻ. എല്ലാ കാലഘട്ടത്തിലും സത്യത്തോടൊപ്പം നിന്ന ഒരു പണ്ഡിതനായിരുന്നു ഇദ്ദേഹം. മരണത്തിൽ പോലും മുതലെടുപ്പ് നടത്തുന്ന നാണമില്ലാത്ത വർഗീയ കോമരങ്ങൾ. നല്ലവരെന്ന് പറയിപ്പിക്കാൻ നല്ലത് ചെയ്യണം, അതല്ലാതെ അതിനായി കുറുക്കുവഴികൾ തേടരുത്. നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കാസർഗോഡ് ചിതയൊരുക്കി എന്ന് പറഞ്ഞ ഒരു വനിതാ ലീഗ് നേതാവ് മുന്നോട്ട് വന്നു. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വൈറലാണ്. താത്ത, വൈറലാകാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് താത്ത. ഒരു പെണ്ണൊരുത്തി എനിക്ക് വൈറലാകണമെന്ന് അവൾ തീരുമാനിച്ചു. ഒരു ഫോണും 2 മുലകളുമായിട്ട് ബസ്സിനകത്ത് കയറി ദീപക്കിനെ മുലയുരച്ചു കൊന്നു. വൈറലായില്ലേ? മറ്റൊരുത്തി തൂറാമുട്ടിയപ്പോൾ ബസിന്റെ ചില്ലടിച്ചു പൊട്ടിച്ചു. വൈറലായില്ലേ? എന്തെല്ലാം മാർഗങ്ങൾ. വേറൊരുത്തി
കുതിരസവാരി ചെയ്യാൻ വേണ്ടിയിട്ട് യമനിലേക്ക് പോയി. അവിടെ പോയിട്ട് വേറൊരുത്തനുമായിട്ട് നല്ല രൂപത്തിൽ കളിച്ച് വേലസി വന്ന് ഒടുവിൽ അവൻ ദാ കുണ്ടനടിച്ചേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചു വൈറലായി. എന്തെല്ലാം വഴികളുണ്ടെന്നേ. ബ്രിട്ടൻ ഓട്ടിസം ബാധിച്ച 12-കാരിയെ പീഡിപ്പിക്കുകയും മറ്റൊരു കുട്ടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത ബംഗ്ലാദേശ് 20-കാരന് 15 വർഷം തടവ് ശിക്ഷ വിധിച്ച് ബ്രിട്ടീഷ് കോടതി. അല്ല കാക്ക ഒരു വേള വിചാരിച്ചു 20 വയസ്സൊക്കെ ആയില്ലേ, കുഞ്ഞു കുഞ്ഞു പീഡനങ്ങളൊക്കെ നടത്തി വലുതിലേക്ക് പോകാം, ബംഗ്ലാദേശാണ് UK എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇനിയും ജയിൽ ഇടിഞ്ഞാലും കാക്ക സൂര്യപ്രകാശവും കാണത്തില്ല, പുറത്തും വരത്തില്ല. കാക്കായ്ക്ക് 15 വർഷം തീർന്നു കിട്ടിയില്ല. ഇനി അവിടെ നിന്ന് ജീവനോട് വരാൻ പറ്റുമോ? അവര് തീർത്ത് മൂക്കിൽ പഞ്ഞി വെച്ച് നെഞ്ചത്ത് റീത്തും വെച്ച് വിടും. മദ്രസകളിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളെ പീഡിപ്പിച്ച് മുങ്ങി മലപ്പുറം സ്വദേശികളായ സഹോദരന്മാർ നേപ്പാൾ അതിർത്തിയിൽ പിടിയിൽ. 2 സഹോദരന്മാർക്കും ഒരുമിച്ച് സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ചത് തെറ്റോ? RSS പ്രവർത്തകന്റെ സംസ്കാരം മുസ്ലിം വനിത നടത്തിയെന്നത് വ്യാജ പ്രചരണം. അങ്ങനെ താത്ത വീണ്ടും വൈറലായി. ബിഷപ്പിന്റെ പരാതിയെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അനിൽ മുഹമ്മദിനെ തിരിച്ചെടുത്ത ഉന്നത സ്ഥാനത്തിരുത്താൻ നീക്കം. അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു രീതി നമുക്ക് പണ്ടേ ഉണ്ട്. ഗുരുതരമായ ചട്ടലംഘനങ്ങൾ നടത്തിക്കൊണ്ട് വർഗീയത പടർത്തിയതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിരിച്ചുവിടാൻ മുൻ വ്യവസായ വകുപ്പ് ശുപാർശ ചെയ്ത അനിൽ മുഹമ്മദിനെയാണ് ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ MD ആക്കാൻ നീക്കം നടക്കുന്നത്. അതിനായി അനിൽ മുഹമ്മദിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു കഴിഞ്ഞു. മുകളിൽ നിന്നുള്ള ഓർഡറാണ്. വിദേശത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ അബു താഹിർ പിടിയിൽ. മറ്റൊരു മാധ്യമങ്ങളും ഇവന്റെ ഫോട്ടോ കൊടുക്കില്ല, ഇവന്റെ പേര് പോലും കൊടുക്കില്ല. പക്ഷേ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന, രാജ്യസ്നേഹം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആളുകൾ അത് കൊടുക്കും. MDMA ഒളിപ്പിച്ചത് പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത്. ഒരു പെൺകുട്ടി അറസ്റ്റിലാകുന്നത് ആദ്യമായി ഉപയോഗിക്കുന്നതിനിടയിൽ ഇവർക്ക് പേരില്ലാത്തത് ഭാഗ്യം കേട്ടോ. എന്തായിരുന്നാലും ഫോട്ടോ എങ്കിലും കൊടുത്തല്ലോ, റൊമ്പ നൻറി. തായ്ലാന്റ് സ്വദേശിനികളെ മനുഷ്യക്കടത്തിലൂടെ എത്തിച്ച് അനാശാസ്യത്തിന് ഉപയോഗിച്ചു. തിരുവനന്തപുരം സ്വദേശികളായ ആസിഫും അദീഷും അറസ്റ്റ്. നന്നായി ചിരിക്കും, ചിരി കണ്ടാൽ വീണുപോകും, കണ്ടാൽ സുന്ദരനാണെങ്കിലും ചെകുത്താന്റെ ലക്ഷ്യമിട്ടത് 15,000 പേരെ കൊല്ലാൻ. മുംബൈയിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെ കൂട്ടക്കൊലയ്ക്ക് ശ്രമം. വിഷഗുളിക വിതരണം ചെയ്തയാൾ അറസ്റ്റിൽ. കാക്ക 15,000 ആളുകളെ കൊന്നിട്ടേ ഞാനും ചാവത്തുള്ളൂ എന്ന് തീരുമാനിച്ചു. പക്ഷെ ആ 15,000 പേരുടെ സമയം എടുത്തില്ലായിരുന്നു. ബഹ്റൈനിലെ ഇറാൻ ആക്രമണം അപലപിച്ച് UAE. നിങ്ങൾ അപലപിച്ചുകൊണ്ട് അവിടെ ഇരുന്നോളൂ. വീടുകളിൽ മോദിയുടെ പടം വയ്ക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് KM ഷാജി. എന്തു പറ്റി ഷാജി ഏട്ടാ എന്ന് SFI. 14-കാരനെതിരെ ലൈംഗിക പീഡനം. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ നേതാവിനെതിരെ പോക്സോ. ലീഗ് ഭരിക്കും, കേരള നാട്ടിൽ ലീഗ് ഉണ്ടാക്കും നിയമങ്ങൾ. ലീഗിനെയും എല്ലാ സ്കൂളുകളും മദ്രസകൾ കൂടിയാക്കി കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായ രൂപത്തിൽ അന്തസ്. ദൈവനാമത്തിൽ, സൃഷ്ടാവിന്റെ നാമത്തിൽ, പടച്ചോന്റെ നാമത്തിൽ എന്ന് പറ, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ നാമത്തിൽ എന്ന് പറ. നമ്മൾ അംഗീകരിക്കാം. ഡെൻമാർക്ക് ഇസ്ലാമാബാദ് ആക്കേണ്ട ബാങ്ക് വിളി രാജ്യവ്യാപകമായി നിരോധിക്കാൻ ഡെൻമാർക്ക്. അവർക്കൊക്കെ നേരം വെളുത്തു. രാമന്റെ സ്വത്ത് മോഷണവുമായി ബന്ധമുള്ള ഒരാളെയും വെറുതെ വിടരുത്. ലൗഡ് സ്പീക്കറിലൂടെയുള്ള ബാങ്ക് വിളിക്ക് നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങി ഡെൻമാർക്ക്. വളരെ നല്ലത്. രാജസ്ഥാനിൽ ഇസ്ലാം മതം സ്വീകരിച്ച ബാബിദ ഡാക്കഡ്. മതം മാറിയ ശേഷം ഖദീജ എന്ന യുവതി. ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ വിവാഹം കഴിക്കാൻ പാകിസ്ഥാനിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ സേന പിടിയിലായി. എന്തിനാണ് സേന ഇവരെ പിടിച്ചത്? പാകിസ്ഥാനിലേക്ക് സൗജന്യമായിട്ട് കൊണ്ടുപോയി ഇറക്കി കൊടുക്കണ്ടേ? ആസനം വിശാലമാകുമ്പോൾ പഠിച്ചോളൂ. അല്ലാതെ എന്താ? അവിടെ പോയ ആളുകളൊക്കെ ഇപ്പോഴും ISIS വനിതകളായി കുറെ മണവാട്ടിമാരൊക്കെ ചമഞ്ഞിട്ട് ഓരോരുത്തർ കഴിയുന്നുണ്ട്. ആ വിധിയായിരിക്കും ഇതിനൊക്കെ, അല്ലാതെ എന്തുവാ?